ഇത് സാഹസൊന്നും കാണിക്കല്ലേ. സത്യം പറഞ്ഞ ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊന്നാ. ഈ വീഡിയോ എങ്ങാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കണ്ട, അല്ല ഇനി ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചാ പോലും അമ്മ സമ്മതിക്കില്ല എന്നുള്ളതാ. സോറി. നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്നറിയോ? അതിന്റെ മുമ്പിൽ ഇതൊക്കെ വെറും ചീള് കേസല്ലേ. വേണ്ട അരവിന്ദ്, അത് ഡിലീറ്റ് ചെയ്തേക്ക് പ്ലീസ്. നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് കുടിച്ചത്. അത് നമ്മക്കല്ല അറിയുള്ളൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ. നോക്ക്, ഇനി നീ എന്നെ ടോർച്ചർ ചെയ്യാൻ വന്ന ഇത് ഞാൻ എൻ്റെ അമ്മയെ കാണിക്കും. അതോടെ നിന്റെ അന്ത്യം, ദി എൻഡ്. പണ്ടത്തെ സിനിമ പഞ്ചൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ? എന്ത് തന്ത്രം ഉപയോഗിച്ച് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും അല്ലേ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആന്റിയോട് പറഞ്ഞ് നിശ്ചയം 1 മാസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ തന്ത്രം ആലോചിച്ച് മെനക്കെടേണ്ട ആവശ്യമില്ല. സത്യമാണോ നീ പറയുന്നത്? അതെ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ആന്റിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിനക്ക് വിശ്വാസാവും. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. എന്നാ പറ അമ്മ, നീ എന്ത് പറഞ്ഞിട്ടാ കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിച്ചേ? ബിസിനസ് ടൂറിന് പോയ എന്റെ അച്ഛനും അമ്മയും വന്നിട്ട് മതി നിശ്ചയം എന്ന് ഞാൻ ആന്റിയോട് പറഞ്ഞു. അതാ ആന്റി സമ്മതിച്ചത്. ഓ ഐ സീ. നീ കള്ളം പറയുന്നല്ലോ അല്ലേ? എന്നെ നിനക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാ ഈ സംശയം. പക്ഷെ നിന്നെ പ്രസവിച്ച അഖില മാഡത്തിന് നിന്നെയാ സംശയം. അതറിയൂ നിനക്ക്. നീ എന്തൊക്കെ ഈ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ സംശയമാണെന്ന് എന്ന് പറഞ്ഞ സത്യം. ഈ നിശ്ചയം നീട്ടിവെക്കുന്നത് എനിക്ക് തന്നെയാ റിസ്ക്. അരവിന്ദ് എപ്പോ വേണമെങ്കിലും മനസ്സ് മാറ്റുന്നവനാണെന്ന് അഖിലാന്റി തന്നെ എന്നോട് പറഞ്ഞു. നിന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ അഖിലാന്റി അങ്ങനെ പറഞ്ഞത് അല്ലേ? അതെ. ഇൻഫാക്ട് നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാ ഇപ്പൊ ഞാൻ നിന്നോട് കാണിക്കുന്നത്. അതിന് ഒരൊറ്റ റീസൺ എനിക്കുള്ളൂ. ഞാൻ നിന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് നിന്നെ വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. എന്നെ വിശ്വസിക്ക. ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ ചെയ്തു. ഇനി നീ പറഞ്ഞ വാക്ക് പാലിക്കണം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. മോൾ ഉറങ്ങിക്കോ. ഉറങ്ങുമ്പോ വേദനയൊക്കെ അങ്ങ് മാറും. അവളിപ്പോ ഉറങ്ങിക്കോളും. ഇനി മുമ്പ് കിടന്നുറങ്ങിക്കും. ഞാൻ പോകുന്നില്ല അച്ഛാ. ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. ഞാനിവിടെ ഇരിക്കാം. കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോഴെങ്ങാനും കൈ എവിടെയെങ്കിലും തട്ടിയ ഭയങ്കര വേദനയായിരിക്കും. സാരമില്ല നീങ്ങൂട്ടാ. 3 നാളെ സ്കൂളിൽ പോകണ്ടല്ലേ? ചെല്ല്, മുമ്പ് പോയി കിടന്നുറങ്ങിക്കോ. ഇവിടെ അച്ഛൻ നോക്കിക്കോളാം. വേണ്ടച്ചാ, അച്ഛനറിയാലോ എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഉറങ്ങാതെ കൂട്ടിരിക്കുന്ന ആളാ ചേച്ചി.
ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരില്ല. അച്ഛൻ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ആഹാ, അതിനിടയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടോ? എന്റെ കല്യാണി, പണിയെന്ന് പറഞ്ഞ നിനക്ക് ഭ്രാന്തല്ലേ? അല്ല, കൈ എങ്ങനെയുണ്ട് നോക്കട്ടെ. അയ്യോ, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഉണങ്ങി തുടങ്ങിയില്ലേ ഉള്ളൂ, മാറിയില്ലല്ലോ. എന്താടി ഇത്? ഇനി കല്യാണത്തിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പൊള്ളിയ കയ്യും വെച്ചോട്ട് ജോലിക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പോയി റെസ്റ്റ് എടുത്തൂടെ? മാഡം അത് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട തരത്തിലുള്ള ഒരു കുഴപ്പമില്ല ചേച്ചി. ആ മാത്രമല്ല, ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നാ എന്തൊരു ബോറാ. അല്ല, മാഡത്തിന് കോഫി കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല, അതിന് സമയമായോ? ആ കൊള്ളാം. അപ്പോ ഇതുവരെ കൊടുത്തില്ല അല്ലേ? ഓ, ബെസ്റ്റ് പാർട്ടികളാ. ഞാൻ പോയി കോഫി ഇടാം, ഇപ്പൊ തന്നെ ലേറ്റാ. ഇങ്ങെടുക്ക്, ഞാൻ തുറന്നുതരാം. കൈ എങ്ങനെയുണ്ട് കല്യാണി, നോക്കട്ടെ. എന്താ കല്യാണി ഇത്? ഉണങ്ങി തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്തിനാ ജോലിക്ക് വന്നത്? റെസ്റ്റ് എടുത്തൂടെ നിനക്ക്? കുഴപ്പമൊന്നുമില്ലേ ചേച്ചി, ഇതൊക്കെ അങ്ങ് മാറും. പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട്, നല്ല രസമുള്ള കാര്യാ. പറ കല്യാണി, എന്താ ഇത്ര രസമുള്ള കാര്യം? അത് പറഞ്ഞാ ചേച്ചി വിശ്വസിക്കുമെന്തോ? സാക്ഷാൽ ദേവി ഭഗവതി ഇന്നലെ വന്നിരുന്നു എന്നെ കാണാൻ. ദേവി ഭഗവതിയോ? അതേന്നെ, രാത്രി എന്റെ സ്വപ്നത്തിലാ വന്നത്. വന്നിട്ട് എന്റെ കയ്യിൽ മരുന്നിട്ട് തന്നു ചേച്ചി. അതല്ല രസം, ആ ദേവി നമ്മുടെ അഖില മേഡത്തിനെ പോലെ ഇരുന്നത്. നമ്മുടെ അഖില മേഡത്തിനെ അച്ചില് വാർത്ത് വെച്ചതുപോലെ. സത്യം. കണ്ടോ കണ്ടോ, ചേച്ചിയുടെ ചിരി കാണുമ്പോ അറിയാം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല എന്ന്. ഞാൻ കള്ളം പറഞ്ഞതല്ല, നടന്ന